നമുക്കെല്ലാവർക്കും അറിയാവുന്ന അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് ഒരു ചെറിയ ദുആയാണ്. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ, വേറെ ഒരാൾക്കാണെങ്കിൽ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ തജിദു വ തുഹാദിർ അങ്ങനെ പറയാം. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ശർരി ഹാസിദിൻ വഐനിൻ അല്ലാഹു യശ്ഫീക്. നമ്മുടെ മക്കൾക്ക് ചൊല്ലിക്കൊടുത്തു നോക്കൂ, രോഗികൾക്ക് ചൊല്ലിക്കൊടുത്തു നോക്കൂ. ഇൻസ്റ്റന്റ് അവിടെ അസുഖങ്ങൾക്ക് അല്ലാഹു ഷിഫ നൽകുന്നത് കാണാൻ കഴിയും. അത് മുജറബാണ്. മുജറബ് എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ബോധിച്ചില്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ട, ഓതി നോക്കി മനസ്സുറപ്പിച്ചിട്ട് ചെയ്യ്. യഖീൻ ഹദീസും ഖുർആൻ ടെസ്റ്റ് ചെയ്യാനുള്ളതല്ല, അനുഭവിക്കാൻ വേണ്ടി ചെയ്തോളൂ, കിട്ടും ഇൻഷാ അല്ലാഹ്, ഫലം ഉണ്ടാവും. എനിക്ക് അനുഭവമുണ്ട്, കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ എനിക്കത് ബോധ്യമാണ്, നിങ്ങൾക്കും ബോധ്യമാണ്. ഇനി ബോധ്യമില്ലാത്തവർക്കത് ബോധിക്കണം. അല്ലാഹു യഖീൻ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മിനിമം 7 ഫാത്തിഹ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയിലെ. ഒരു പാമ്പ് കടിയേറ്റ കഥ ഉണ്ടല്ലോ, ഒരു ഗോത്രത്തലവിന് പാമ്പ് കടിയേറ്റു. ഹൽ മിൻകും മിൻ റാഖ്, നിങ്ങളിൽ റുഖിയ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? മന്ത്രിച്ചൂതി കൊടുക്കാൻ പറ്റുന്നവരുണ്ടോ? പവിത്രമായ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നവരുണ്ടോ? അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മന്ത്രിച്ചൂതി തരാം. ചില ആ ചരിത്രത്തിന്റെ വിശദീകരണത്തിൽ അവര് ഞങ്ങൾക്ക് ആടുകൾ വേണമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് ഹദിയ വേണമെന്ന് പറഞ്ഞു. അതല്ല, അവർ ചോദിക്കാതെ അവർ ഹദിയ കൊടുത്തു. പക്ഷെ അത് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നവർക്ക് സംശയമായി. ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. തങ്ങളത് എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്റെ ഓഹരി എനിക്ക് തന്നേക്കണം എന്നും പറഞ്ഞു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ഫാത്തിഹ ഓതി. തേളോ പാമ്പോ കടിച്ചിട്ട് ഈ മനുഷ്യൻ നീലിച്ചു കിടക്കുകയാണ്. ഒരു മരുന്ന്, ഒരു ഹോസ്പിറ്റലിൽ ആംബുലൻസും ഒന്നും വരാനില്ല. മരുഭൂമിന്റെ നടുവിലാണ്. മഹാനായ സ്വഹാബി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, കേരളക്കാരനായ നമ്മുടെ ചക്രവർത്തി പെരുമാൾ എന്ന് പറയുന്ന ചന്ദ്രൻ പിളർന്ന സംഭവം കണ്ട ഹബീബിന്റെ അടുത്തേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന് വന്ന ചക്രവർത്തി പെരുമാൾ ഹബീബിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ചരിത്രം, ആ ഹദീസ് ഈ സ്വഹാബിൻ്റെതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അവരാണ് അത് റിപ്പോർട്ട് ചെയ്തത്. 7 ഫാത്തിഹ ഓതി. ബോധം കെട്ട് കിടക്കുന്ന ആ മനുഷ്യൻ ഫഖാമ, അയാൾ എഴുന്നേറ്റു. കഅന്നമാ നശിത മിൻ അഖാൽ, ബോധം കെട്ട് വീണ ഒരു മനുഷ്യൻ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ 7 ഫാത്തിഹ ഓതി. ഒന്ന് ഒരു ഊത്തങ്ങ് ഊതിയപ്പോഴേക്കും അയാൾ എഴുന്നേറ്റു. അവര് ഒരു ആട്ടിന്റെ കൂട്ടം കൊടുത്തു. നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുന്ന സന്തോഷം കൊണ്ട്. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് ഇത് ആടിനെ കറക്കുകയോ അറക്കുകയോ ഒന്നിപ്പോൾ ചെയ്യണ്ട, തങ്ങളുടെ അടുത്തേക്ക് എത്തട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ചെന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു, ഞങ്ങളുടെ റുഖിയ ചെയ്തപ്പോൾ അതുകൊണ്ട് ഫലം കിട്ടി. ആട് തന്നിട്ടുണ്ട് നബി, ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുമോ? വമാ അദ്റാക അന്നഹാ റുഖിയ. അബൂ സഈദ്, നിങ്ങൾക്കറിയുമോ നിങ്ങളാ ചെയ്തത് ശരിയായ റുഖിയയാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ വചനങ്ങൾ, ശരീഅത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ആയാത്തുകളും അദ്കാറുകളും ദുആകളും ചൊല്ലി രോഗിയുടെ ദേഹത്തേക്ക് ഊതിക്കൊടുക്കുന്ന പരിപാടി, അതിനാണ് റുഖിയ എന്ന് പറയാ. അല്ലെങ്കിൽ ആ രോഗി ആ വെള്ളം കുടിക്കുന്നത്, വെള്ളത്തിലേക്ക് കുടിക്കുക, തേനിലേക്ക്, സംസത്തിലേക്ക്, പച്ചവെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ തലയിലേക്ക് ഊതിക്കൊടുക്കുക. ശരീരത്തിൽ എവിടെയാണോ വേദന അവിടെ, നമ്മൾ സ്വന്തമാണെങ്കിൽ ഒറ്റയ്ക്ക് വേദന എവിടെയാണോ അവിടെ കൈവച്ചിട്ട് ദുആ ചെയ്യാനുള്ള ദുആയാണ്. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. പനിയുണ്ടോ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ. ചൊല്ലുക, പനഡോളം കുടിക്കുക, അല്ലെങ്കിൽ എന്താ ഡോക്ടർ പറഞ്ഞാൽ മരുന്നും കുടിക്കുക. പക്ഷേ ഈ ഒരു ദിക്ർ വല്ലാത്ത പവർഫുള്ളാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, നമ്മളൊക്കെ പഠിച്ചതും കേട്ടതൊക്കെയാണത്. മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാ യുനീമുകി ഇലാ ഹാദിഹി സ്സാഅ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അന്നൊരു ദിവസം രാവിലെ സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് സൂര്യോദയം അടുക്കുന്ന സമയം ഫാത്തിമ റളിയല്ലാഹു അൻഹ
ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ ചോദിച്ചു, മോളെ ഈ നേരത്ത് നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു. മാ യുനീമുക്കി ഇലാ ഹാദിഹി സ്സാഅ, എത്ര നേരം ഫാത്തിമ നിങ്ങൾ എന്തേ ഉറങ്ങാൻ കാരണം? ഹുമ്മാ യാ റസൂലല്ലാഹ്, എനിക്ക് പനിയുണ്ടുപ്പാ റസൂലുള്ളാഹി തങ്ങളെ, എനിക്ക് പനിയുണ്ട് എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോൾ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ മോളെ, പനി വന്നാൽ ചൊല്ലാനുള്ള ദിക്ർ ഞാൻ അങ്ങേക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിച്ചു. നസീതുഹാ, ഉപ്പാ ഞാനത് മറന്നുപോയി. എന്നാ മോളെ ചൊല്ലിക്കോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനത് ചൊല്ലി എൻ്റെ പനി പമ്പ കടന്നുപോയി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്ത്, അവിടുത്തെ അസ്ഹാബിന് തങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ ഒരു ഭാഗം കറാമത്തായിട്ട് അല്ലാഹു തആല കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതൊക്കെ ഹൈലി പവർഫുൾ ആയിരിക്കും, വളരെ പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. സുബ്ഹാനല്ലാഹ്. യാ അയ്യുഹൻ നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. ഈ ഖുർആൻ സന്മാർഗമാണ്, ഇത് റഹ്മത്താണ്, ഇത് ശിഫയാണ്. മരുന്നാണെന്നല്ല പറഞ്ഞത്, എന്താണ്? ശിഫയാണ്. മരുന്നോട് ശിഫയല്ലേ കിട്ടേണ്ടത്? ഇത് ശിഫയാണ്. എന്തൊരു അത്ഭുതമുള്ള വാക്കാണത്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അത് ശിഫയാണ്, ശിഫന്റെ ആയത്താണത്. കണ്ണേറ് കൊണ്ടതായിട്ട് തോന്നുന്നുണ്ട്. وَإِن يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. وإن يكاد الذين سورة القلم 51 ആയത്ത്. സൂറത്തുൽ ഖലം 51 3 പ്രാവശ്യം. അതാർക്കാണോ സംഭവിച്ചത് അവർ സ്വയം ഊത, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുടിക്കുക. അല്ലെങ്കിൽ ആർക്കാണോ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവർക്ക് ഊതി കൊടുക്കുക. ഇത് ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ട ഹബീബായ തങ്ങളുടെ സുന്നത്താണ്. റുഖിയ ചെയ്യണം, ഡോക്ടറെ തോന്നിക്കോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഷിഫാഇൻ്റെ ഒരു വഴി അവിടെ ഉണ്ട്. ചിലപ്പോൾ യുനാനി കൊണ്ട് ഷിഫ, അങ്ങനല്ലേ? ചിലപ്പോൾ പച്ചമരുന്നുകൊണ്ട് ഷിഫ, ചിലപ്പോൾ വലിയ മേജർ ഓപ്പറേഷൻ ചെയ്താലേ മാറൂ, ചിലപ്പോൾ ഒന്നും വേണ്ട, ഒരു ചെറിയ ഗുളിക കൊണ്ട് മാറും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഷിഫാ നമ്മൾ എന്ത് ചെയ്യരുത്? കാണാതെ പോകരുത്. ഖൈറുദ്ദവാഇ അൽ ഖുർആൻ, ഖൈറുദ്ദവാഇ അൽ ഖുർആൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ ഇബ്നു മാജ തങ്ങളുടെ കിതാബിലുണ്ട്, കിതാബ് തുബ്ബിൽ, ബാബുൽ ഇസ്തിശ്ഫാഇ ബിൽ ഖുർആൻ. ഖൈറുദ്ദവാഇ അൽ ഖുർആൻ, മരുന്നുകളിൽ ഏറ്റവും ഖൈറായ മരുന്ന് വിശുദ്ധ ഖുർആനാണ്. മരുന്ന് കഴിക്കണമെന്ന് പറയുന്നതോടുകൂടെ തന്നെ വിശുദ്ധ ഖുർആൻ ശിഫയാണ്. അലൈക്കും ബിശ്ശിഫാഇൻ, 2 ശിഫയുണ്ട്. അൽ അസ്ലു വൽ ഖുർആൻ, ഒന്ന് തേനാണ്, മറ്റൊന്ന് ഖുർആനാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കിം എന്നവർ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹ് എന്ന് പറഞ്ഞ ഹദീസാണത്. അൽ അസ്ലു വൽ ഖുർആൻ. അതുകൊണ്ട് വീട്ടിൽ പറ്റുമെങ്കിൽ